ഇന്ന് സൺഡേ ആയതിൻ്റെ യാതൊരു ഹാപ്പിനെസ്സും എനിക്കില്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി മൂരാച്ചി പിടിച്ച ദിവസമായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഞാൻ ഒരുമാതിരി മൂശാട്ടി എടുത്ത് നടക്കാണ്. അപ്പം നന്ദു പറഞ്ഞു, എന്നാൽ വാ നമുക്ക് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ പോകാം. അങ്ങനെ നമ്മൾ കാർ എടുത്തുകൊണ്ട് എന്നാൽ പെട്രോൾ അടിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. പിന്നെ പെട്രോൾ അടിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അഴീക്കൽ പോയി. ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് വലിയ ആളില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വെച്ചു. അതിൻ്റെ കൂടെ മഴക്കാലം ഉണ്ട്, അതുകൊണ്ട് വലിയ വെയിലും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പിന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണ്. പിന്നെ എന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുപോകും. ഇപ്പം കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹീലർ ഇപ്പം നന്ദുവാണ്. നേരത്തെ ചേട്ടനും അപ്പനും അമ്മയൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നന്ദു എനിക്ക് വേണ്ടേ ഈ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു തന്നിട്ടോ. ഐസ്ക്രീം സാൻഡ്വിച്ച് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് തിന്നുന്നത്. അതിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ തിന്നിട്ട് ഐസ്ക്രീം നന്ദുവിന് കൊടുത്ത്, അവനത് ഒറ്റ അടിക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു സന്ധ്യ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മുടെ സ്ഥിരം സ്പോട്ടായ വള്ളികുന്നത്ത് തന്നെയുള്ളൊരു മന്തിക്കടയിലാണ് കേട്ടോ നമ്മൾ പോയത്. തീണ്ടി ഇതാണ് ഇവിടുത്തെ മൊലാളി. മൊലാളിയെക്കുറിച്ച് പൊക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പായ അമ്മയൊക്കെ കണ്ട് കുറച്ചൊരു അപ്പൻ്റെ അടുത്തൊക്കെ ഇരുന്ന് അപ്പോൾ തന്നെ ഞാൻ മാക്സിമം എല്ലാം വിട്ട് ഓക്കെ ആയി. പിന്നെ നമ്മൾ നേരെ പോയത് മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവിയുടെ ഒരുപാട് ഞാൻ റിവ്യൂ ആയിട്ടല്ല, അല്ലാണ്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്ന കണ്ടായിരുന്നു കേട്ടോ. പടക്കളം അതിനകത്ത് ഒരുപാട് ഫെയിമായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ തന്നെയും അടിപൊളി സിനിമയായിരുന്നു. ഞാൻ ഒരുപാട് മനസ്സ് തുറന്നങ്ങ് ചിരിച്ച്. ഇനി വന്നപ്പോഴത്തേക്ക് നല്ല മഴ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.